റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഞാനിവിടെ ഗ്രിഡ് ഇട്ടതൊക്കെ നമ്മൾ മായ്ച്ച് കളയാണ്. ആ ഫേസിൻ്റെ ഭാഗത്ത് കുറേ ഗ്രിഡ് ലൈൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ മോണോസിറ എറേസർ വെച്ച് നമ്മൾ മായ്ച്ച് കളയുന്നു. ബാക്കി ഞാനിവിടെ ആർട്ടിൻ എന്ന പെൻസിൽ 2B പെൻസിൽ എടുത്തിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ സ്കിൻ ടൂൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് 2B പെൻസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഒരു ലെയർ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. വളരെ സാവധാനം മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് ചെയ്യുക. വളരെ പതുക്കെ അടുത്തടുത്തായിട്ട് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അധികം പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. വളരെ വളരെ സാവധാനം അടുത്തടുത്തായിട്ട് ലെയർ വളരെ സാവധാനം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മൾ നെറ്റിയുടെ ഭാഗം ഏകദേശം നമ്മൾ കവറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ലൈറ്റായിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ചെയ്ത് ഫുള്ളായിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ അവിടെ ആ നെറ്റിയുടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ലൈറ്റ്നെസ് ഷെയ്ഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ അവിടെ ഒഴിച്ചു വിടുന്നു, ആ ലൈറ്റ് പോർഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ അവിടെ ഒന്നുകൂടി ഞാൻ ഇവിടെ പെൻസിലിൻ്റെ കുറച്ച് ഞാനിവിടെ മൊന ചെത്തിയ ഒരു പൊടിയുണ്ട്, പെൻസിൽ പൊടി എടുത്തിട്ട് അത് 6Bയുടെ പെൻസിൽ ഞാൻ ഫുള്ളായിട്ട് ഷാർപ്പ് ചെയ്ത് പൊടി എടുത്തതിന് ശേഷം അതിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇവിടെ ലെയറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ പെൻസിലൊന്നും ചെത്തി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ പെൻസിൽ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നെറ്റിയുടെ ഭാഗം ഏകദേശം നമുക്കൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിരികത്തിലേക്ക് കിടക്കാം. പിരികത്തിലേക്ക് ഞാനിവിടെ നമ്മൾ ഇൻഡൻറ്റഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളുടെ സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പിരികത്തിൻ്റെ സ്ട്രോക്സ് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് ഡയറക്ഷൻ പോകുന്നു അതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇവിടെ ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ആ പിരികത്തിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്കൊരു പിരികത്തിൻ്റെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ പിരികം നമുക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിരികം നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒന്നുകൂടി നമുക്കിവിടെ ഡാർക്ക് പെൻസിൽ ആയത് മാർസ് ലോമോഗ്രാഫിക് എന്നൊരു പെൻസിലുണ്ട്, ഡാർക്ക് സ്റ്റെല്ലറിൻ്റെ. ആ ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ ഒന്നുകൂടി നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു, ഡാർക്ക്നെസ് കൊടുക്കുന്നു. പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കിടക്കാം. ആ മൂടിയിരിക്കുന്ന കണ്ണ് നമുക്ക് വരക്കാം. കണ്ണിൻ്റെ ഷെയ്ഡിങ്സ്, അതായത് ഞാനിവിടെ 4B പെൻസിൽ എടുത്ത് ഞാൻ ഒരു ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെൻസിൽ നല്ലവണ്ണം ഷാർപ്പ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുന്നു, പതിയെ ഷെയ്ഡ് എഴുതുന്നു. അതിനുശേഷം നമ്മളിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ഭാഗം ഞാനിവിടെ മാർസ് ലോമോഗ്രാഫിക് എന്ന ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലെയർ ആ പിരികത്തിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കൺപീലിയുടെ ഭാഗം നമ്മളിവിടെ ആ ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊന്ന് ലെയർ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തിരിയും, ഡാർക്കായൊരു പെൻസിലാണ്. ഇത് ഫുൾ വെച്ച് നമുക്കിവിടെ നല്ലപോലെ ഷാർപ്പ് ചെയ്ത ശേഷം ആ കൺപീലി നമുക്കൊന്ന് വരച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലത്തെ കണ്ണിൻ്റെ പോർഷൻസും നമുക്ക് ചെയ്യാം. അതുപോലത്തെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ ഞാനിവിടെ മോണോസിറ എറേസർ ഉപയോഗിക്കുന്നത് വൈറ്റ് പോർഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് വീണ്ടും നമ്മുടെ ആ പെൻസിലിൻ്റെ മുന ചെത്തിയ ആ പൗഡർ എടുത്തുകൊണ്ട് നമ്മുടെ ഫുള്ളായിട്ട് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ കവിളിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലത്തെ ഭാഗം നമുക്ക് നോക്കാം. അവിടെയും ഞാൻ ഇവിടെ പെൻസിലിൽ ഷാർപ്പൻ ചെയ്ത ആ പൊടി എടുത്തിട്ട് ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പെൻസിൽ ഷെയ്ഡിങ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡിങ് കിട്ടും. പിന്നെ ഇവിടെ മൂക്കിൻ്റെ പോർഷൻസ് ഞാൻ ഒരു ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ്സ് ചെയ്യുന്നുണ്ട്. ആ ഡാർക്ക്നെസ്സുള്ള ഷേഡോ കാണിക്കാൻ വേണ്ടിയിട്ട്, ഡെപ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നു മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട്. പിന്നെ ഞാൻ ഇവിടെ മൂക്കിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു പോർഷൻസ് ഞാനിവിടെ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഡാർക്ക്നെസ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലെ കൺഭാഗത്തിൻ്റെ ഏരിയ സെയിം ഞാനിവിടെ ആ പെൻസിലിൻ്റെ പൗഡർ എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് പതിയെ ബ്ലെൻഡ് ചെയ്യുക. ആ ലൈറ്റ്നെസ് എവിടേക്കാണ് വേണ്ടത് അവിടേക്ക് ഒഴിച്ചു വിടുക.
ഡാർക്ക്നെസ് വേണ്ട ഭാഗം കുറച്ചുകൂടി നല്ലപോലെ പെൻസിലിൻ്റെ ബോർഡർ അപ്ലൈ ചെയ്യുക. അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ബാക്കി കണ്ണിൻ്റെ ആ പോർഷൻസ് ഞാനിവിടെ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ആ പിരികത്തിൻ്റെ പീലിയുടെ ഭാഗം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി നമ്മളുടെ മുകളിലത്തെ പോളയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ 4B പെൻസിൽ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഡാർക്ക്നെസ്സിൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് ആ ഷേഡോസ് എത്രയ്ക്കാണ് വേണ്ടത് അത്രത്തോളം നമ്മളിവിടെ ടോണൽ വാല്യൂ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ മോണോസിറോ എറേസർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ ആ പോളയുടെ ആ മടക്കിനൊക്കെ ഞാനിവിടെ മോണോസിറോ എറേസർ വെച്ചിട്ട് ലൈറ്റ്നെസ് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക്നെസ്സുള്ള ഏരിയാസ് ഒന്നുകൂടി ഡാർക്ക്നെസ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ണ് ഇങ്ങനെ മൂടിയൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഡാർക്ക്നെസ്സുള്ള ഏരിയ ഒന്നുകൂടി ഞാൻ ചാർക്കോൾ പെൻസിൽ വെച്ച് ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ മൂക്ക് ഇനിയിപ്പോൾ ഒന്നുകൂടി നമുക്ക് റെഡി ആക്കാനുണ്ട്. കണ്ണിൻ്റെ ഭാഗം നമുക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ണിൻ്റെ പീലി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് മൂക്കിൻ്റെ പോർഷനിൽ കിടക്കാം. മൂക്ക് കുത്തിയും അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ മൂക്കിൻ്റെ പോർഷൻസ് ഷേഡോസിൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ ഇവിടെ 4B പെൻസിൽ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് മൂക്കിൻ്റെ ഷേപ്സ് ഔട്ട്ലൈൻസ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഷെയ്ഡിങ്സ് കിടക്കുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കുക, ഞാനിവിടെ മൂക്കിൻ്റെ ഡാർക്ക്നെസ് പോർഷൻസിൽ ഒന്നുകൂടി ഞാൻ ഇവിടെ 4B പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഡാർക്ക്നെസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എവിടേക്കാണോ ഡാർക്ക്നെസ് ടൂൺസ് വേണ്ടത് അവിടെയൊക്കെ ഞാനിവിടെ 4B പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഷേഡോസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഡാർക്ക്നെസ് വേണം അത്രത്തോളം നമുക്കിവിടെ ഷെയ്ഡ് എടുക്കാം. ലെയർ വൈസ് വേണം ചെയ്യാൻ. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ മോണോസിറോ എറേസർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മൂക്കിൻ്റെ താഴ്ഭാഗത്തൊരു ഏരിയ ഒരു ഡെപ്തായ ഏരിയ കുറച്ച് ഡാർക്ക്നെസ്സുള്ള ഏരിയസാണ്. ആ ഷേഡോസ് കുറച്ച് കാണിക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4B പെൻസിൽ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഡാർക്ക്നെസ് പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മൂക്കിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു പോർഷൻസ് നോക്കാം. അവിടെയും കുറച്ചൊരു ഡാർക്ക്നെസ് ഏരിയാസ് വരുന്നുണ്ട്, ഷേഡോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക്നെസ് ഷെയ്ഡിങ്സ് കൊടുക്കുന്നു. പിന്നെ ഞാനിവിടെ ബ്ലെൻഡിങ് ടൂളായ ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലൈറ്റ്സിനായിട്ട് മോണോസിറോ എറേസർ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചുണ്ടിൻ്റെ ഭാഗത്ത് എടുക്കാം. ചുണ്ടിൻ്റെ ഭാഗത്ത് ഫസ്റ്റായിട്ട് സെൻട്രലായിട്ട് ഞാനിവിടെ ചാർക്കോൾ പെൻസിൽ വെച്ച് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ നമുക്ക് പെൻസിൽ വെച്ചിട്ട്, അതായത് 4B പെൻസിൽ വെച്ചിട്ട് ഒന്നുകൂടി നമുക്കിവിടെ ഡാർക്ക്നെസ് കൊടുക്കാം. എവിടേക്കാണ് ഡാർക്ക്നെസ് വേണ്ടത് ചുണ്ടിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡാർക്ക്നെസ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഇവിടെ ഞാൻ പതിയെ ഡാർക്ക്നെസ് വാല്യൂ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് മോണോസിറോ എറേസർ വെച്ചിട്ട് വൈറ്റ് പോർഷൻസ് നമ്മുടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടും ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഒന്ന് പിടിക്കാം. ആ ചുണ്ടിന് താഴ്ഭാഗത്തെ ആ ഒരു ഏരിയാസ് അവിടെ കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മാർസൽ ഹോമോഗ്രാഫിക്കിൻ്റെ ഒരു പെൻസിൽ, അതായത് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. മേക്കപ്പ് ബ്രഷ് വെച്ച് പൊടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടെ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ പെൻസിൽസിൻ്റെ ആ പൊടി എടുത്തിട്ട് ഫുള്ളായിട്ട് ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ വെച്ചാൽ നിങ്ങൾക്ക് കാണും, ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറേ പെൻസിൽ ഞാനിവിടെ ഷാർപ്പൻ ചെയ്ത ആ ഒരു പൊടിയാണ്, ആ പെൻസിൽ പൊടിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നത്. മേക്കപ്പ് ബ്രഷ് നമ്മൾ ടച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ സാവധാനം സോഫ്റ്റായിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, വളരെ സോഫ്റ്റായിട്ട് ചെയ്തെടുക്കുക. പതിയെ ആ ടോണൽ വാല്യൂ നമുക്ക് കൊണ്ടുവരിക. എപ്പോഴും നമുക്ക് അധികം ഡാർക്കായി കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കാണോ ലൈറ്റ്നെസ് വേണ്ടത് അവിടെയൊക്കെ ലൈറ്റ്നെസ് കൊടുക്കുക, എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അവിടെയൊക്കെ ഡാർക്ക്നെസ് കൊടുക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടാണ് മാക്സിമം ഈ വർക്ക് ഞാൻ ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ട്. പിന്നെ അധികം ഡാർക്ക്നെസ് ഉള്ള ഏരിയ ജസ്റ്റ് ഒന്ന് ഞാൻ പെൻസിൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം ആ സ്കിൻ ടോൺസ് നമുക്ക് ഏകദേശം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിൽ നിന്ന് താഴോട്ട് വരുന്ന ആ മുടീസും ആ ചെറിയ മുടികളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വരച്ചെടുക്കാം. താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്ന മുടി, അതും പിന്നെ മൂക്കിൻ്റെ ആ റൈറ്റ് സൈഡിലെ ചെറിയൊരു പോർഷൻസ് അതൊക്കെ ഒന്ന് വരക്കാം. ചുണ്ടിൻ്റെ ഭാഗം അവിടേക്ക് ഒന്ന് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഡാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ ആ ഒരു ഷേഡോസിൽ ആ ഒരു ഭാഗം അവിടെയും കുറച്ച് ഡാർക്ക്നെസ് കൊടുക്കണം. പിന്നെ നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കാം. എവിടേക്കാണോ ആ ലൈറ്റ് വരുന്നത്, ലൈറ്റ് പതിക്കുന്ന ഇടം നമുക്ക് ഇവിടെ വെള്ളയായിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിനി മുടിയുടെ ഭാഗം വരക്കാം. ചെറിയൊരു മുടികളൊക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ച് വരക്കാം. ഓരോരോ പോർഷൻസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഡാർക്ക്നെസ് വളരെ ഷാർപ്പൻ ചെയ്യണം. എപ്പോഴും പെൻസിൽസ് നമുക്ക് നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് മാത്രം ഈ ഒരു ഹെയറിൻ്റെ ഭാഗമൊക്കെ വരക്കാൻ ശ്രമിക്കുക.
നമുക്ക് റൈറ്റ് സൈഡിലെ ചെവിയിലേക്ക് കിടക്കാം. ചെവി ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ ഇവിടെ പെൻസിൽസ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഉള്ളിലത്തെ ലെയേഴ്സ്, ഉള്ളിലത്തെ ഡാർക്ക്നെസ് പോർഷൻസ്, കൊഴിഞ്ഞ ഭാഗമൊക്കെ നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇയർബഡ്സ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഷേഡോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ 4B പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4B പെൻസിൽ വെച്ചിട്ട് ഫുള്ളായിട്ടുള്ള ഡാർക്ക്നെസ് വാല്യൂസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. വളരെ സാവധാനം പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒന്നാണ്. ബാക്കി വരുന്ന കാതിലിൻ്റെ ഭാഗമൊക്കെ നമ്മളിവിടെ ഡാർക്കായി ചെയ്യുന്നുണ്ട്. പിന്നെ ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ മോണോ സീറോ എറേസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മുടിയിൽ നിന്ന് വരുന്ന ഷേഡോസാണ് ഇവിടെ കാണിക്കുന്നത്. മുടി ഒന്നുകൂടി ഡാർക്ക് ചെയ്തെടുക്കുക. ചെറിയ മുടികളൊന്ന് ഡാർക്ക് ചെയ്യുക. പിന്നെ ഇവിടുന്ന് കാണിക്കുന്നത് ഒരു ഷേഡോസാണ്, നിഴലാണ്. ആ മുടി തട്ടുന്ന, സ്കിൻ തട്ടുന്ന ഒരു മുടിയുടെ ഷേഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി കഴുത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഫേസും ഒന്നുകൂടി നമുക്ക് നല്ലൊരു ലുക്കായിട്ടുണ്ട്. നമുക്ക് കാതിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഡാർക്ക്നെസ് കൊടുക്കാം. പിന്നെ നമ്മൾ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ വൈറ്റ് ജെൽ പെൻ ഞാൻ എടുക്കുന്നുണ്ട്. തിളക്കം ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ജെൽ പെൻ കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിളക്കാരും കിട്ടുക. ഓക്കെ, നല്ലൊരു നമുക്ക് തിളക്കം കിട്ടുന്നുണ്ട്. പിന്നെ എവിടേക്കാണോ വൈറ്റ് ജെൽ പെൻ കൊടുക്കേണ്ടത് ഹൈലൈറ്റ്സ് അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസിൻ്റെ ആ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക, ബ്ലെൻഡ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫേസിൻ്റെ ഷെയ്ഡിങ്സ്, സ്കിൻ ടോൺസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.